ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബീഡഡ് പെൻഡന്റ് സെറ്റ്സ് വിത്ത് ബീഡഡ് പെൻഡന്റ് സെറ്റ്സും പിന്നെ ബ്ലാക്ക് ത്രെഡ് വിത്ത് പെൻഡന്റ് സെറ്റ്സും ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബ്ലാക്ക് ത്രെഡ് വിത്ത് പെൻഡന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ കളക്ഷൻസ്, ബ്ലാക്ക് ത്രെഡിൽ പെൻഡന്റ് വരുന്ന കളക്ഷൻസ് ആണ്. ഇതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് പോലത്തെ നല്ല ഗോഡി ആയിട്ടുള്ള ബീഡഡ് പെൻഡന്റ്, അതായത് ബീഡഡ് എന്ന് പറയാൻ കാര്യം ഇതുപോലത്തെ കളർ ബീഡ്സിൽ പെൻഡന്റ് വരുന്ന സെറ്റ്സ് ആണ് കേട്ടോ. ഇത് കുറേ നാളായി നമ്മൾ ലൈവ് കാണിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ എങ്കിലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാരണം കുറേ നാളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബീഡഡ് പെൻഡന്റ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ്. പെൻഡന്റ് സെറ്റ്സ് ആണ് കൂടുതലും. ഇതുപോലത്തെ വലിയ പെൻഡന്റും ബീഡഡ് ചെയിൻസും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് ത്രെഡില് ഇതുപോലത്തെ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് വന്നിട്ട് നടുക്ക് ഇങ്ങനത്തെ പെൻഡന്റ് വരുന്ന സെറ്റ്സും ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, മിക്ക മാലകൾക്കും കമ്മലുകൾ സെറ്റായിട്ടുണ്ടാവും. കമ്മൽ സെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്, മയൂര എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, 18 കളക്ഷൻസേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഇന്നലത്തെ ലൈവ് പോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ലൈവ് ആക്കും ഞാൻ, അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്തത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ. മാക്സിമം ഷെയർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാക്സിമം ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, ടി ഇ സീരീസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ടി ഫോർ ത്രെഡ് ആൻഡ് ഇ ഫോർ ഇംഗ്ലീഷ്. ടി ഇ സീരീസ് ആണ്. ടി ഇ സീരീസ് ആണ്. 18 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നൈസ് കളർ കോമ്പിനേഷൻ സാരി ആൻഡ് ബ്ലൗസ്. താങ്ക് യു സോ മച്ച് നിധി. ബ്ലാക്ക് ചെക്സ് ആണ് വിത്ത് ഒരു പിങ്ക് ലൈനിങ്സ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടി ഇ സീരീസ് ആണ് ഇന്ന് കാണിക്കുന്നത്. താങ്ക് യു ഡാ. ഓക്കെ, ടി ഇ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണേ പ്ലീസ്. ഓക്കെ, അപ്പോൾ ടി ഇ സീരീസ് ആണ്. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ കല്യാണത്തിന്റെ പൂവൊക്കെ ഉള്ളത് കാരണം ഞാനതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ബിന്ദു ഗോപാൽ ഹായ്. ഒരു കോള് വരുന്നു. ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഒരു കോള് വരുന്നത് കൊണ്ടാണ്. വെരി സോറി. ടി ഇ സീരീസ് ആണ് കേട്ടോ. ടി ഇ സീരീസ് ആണ്. TE01 ആണ് ഫസ്റ്റ് സെറ്റ്. TE01 ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സെറ്റാണ്. ഇതുപോലെ ഒരു ഇതുപോലെ പെൻഡന്റ് 1 ആണിത്. TE01 ഇതുപോലെ ഒരു പേൾ ഡിസൈൻ വന്നിട്ട്, നമ്മുടെ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ബീഡാണ്. നോക്കിക്കേ, പർപ്പിൾ ഷെയ്ഡഡ് ബീഡാണ്. നല്ല ഭംഗിയുള്ള ജെയ്ഡ് ബീഡ്സ് ആണ് കേട്ടോ. ജെയ്ഡ് ബീഡ്സ് എന്ന് പറയാൻ കാര്യം ഇത് നല്ല ക്വാളിറ്റി ജെയ്ഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇതിന്റെ ഈ ഒരു ബീഡ് എന്ന് പറയുന്നത് ഇതിന്റെ കളർ ഫുള്ളി ഇങ്ങനെയാണ്. അതല്ലാണ്ട് ഇതിങ്ങനെ കളർ പോവുകയോ ഇങ്ങനെ നമ്മൾ ഈ പുറത്തൂടെ ഉള്ള കോട്ടിംഗ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രീമിയം ക്വാളിറ്റി ആണ്, ഞാൻ എടുത്തു പറയുന്നു, പ്രീമിയം ക്വാളിറ്റി ആണ്. ഓക്കെ, TE01 ആണ്. TE01 ആണ്. 1590 റുപ്പീസ്. ഗണപതിയുടെ ഒരു പെൻഡന്റ് ആണ്. ഓക്കെ, ഗണപതിയുടെ പെൻഡന്റ് ആണ്. ഞാൻ ഇന്നലത്തെ പേൾ സീരീസിൽ കാണിച്ച അതേ ഗണപതിയുടെ പെൻഡന്റ് തന്നെയാണ്. അത് നമ്മൾ ഒരു പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ജസ്റ്റ് മാല ആൻഡ് കമ്മൽ സെറ്റ് മാത്രം, മാല മാത്രമേ ഉള്ളൂ. ത്രെഡഡ് ആണ് പുറകിൽ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് നല്ല പർപ്പിൾ ഷെയ്ഡിലുള്ള ജെയ്ഡ് ബീഡ്സ് ആണ് കേട്ടോ. ജെയ്ഡ് ബീഡ്സ്. എന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ വരുന്നത് നമ്മൾ നല്ല ബോളായിട്ടുള്ള ബോൾസും ഉണ്ട്. ഷാനി പീലി ഹായ്, ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും. TE01 ആണ്. 1590 1590 1590 റുപ്പീസ്. ഓക്കെ, TE01 ആണ്. 1590 റുപ്പീസ്. എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ്, ഞാൻ എടുത്തു പറയുന്നത്. വീണ മാം ഹായ്. ആതിര എസ് നായർ ഹായ് ഡാ. TE01 1590. അടുത്തത് TE02 ആണ്. ത്രെഡഡ് സെറ്റ് തന്നെയാണ് എഗെയിൻ വരുന്നത്. ഇത് നമ്മുടെ ബീഡഡ് സെറ്റ് അല്ല, ഒരു ബീഡഡ് സെറ്റ് ഒരു ത്രെഡഡ് സെറ്റ്, ഇങ്ങനെയായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതാണ് സെറ്റ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം, കാരണം ആ മാല ഇട്ട് കാണിച്ചാലേ ഉള്ളൂ അതിന്റെ ഭംഗി അറിയത്തുള്ളൂ. രാധിക അജിത് ഹായ്. ഇർഷാദാണ് 3 പ്രാവശ്യം.
ഓക്കെ, ഇതാണ് അടുത്ത മാല കേട്ടോ. ഇതാണ് TE02 ആണ്. ഇതിന്റെ നടുക്ക് ഇതാണ് പെൻഡന്റ് വരുന്നത്. നോ ടെമ്പിൾ ഇംപ്രിന്റ്സ്, ജസ്റ്റ് ഒരു പീകോക്കിന്റെ ഒരു 2 ഡിസൈൻ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് കെംപു സ്റ്റോൺസ് ആണ് നടുക്ക് വരുന്നത്. കെംപു സ്റ്റോൺസ്, അതിന്റെ താഴെയായിട്ട് അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺസും വരുന്നു. ഈ ത്രെഡിൽ നമ്മൾ ഇതുപോലത്തെ ബീഡ്സ് നമ്മൾ തയ്ച്ച് ചേർത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. TE02 ആണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള മാലയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. താഴെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള പെൻഡന്റ് സെറ്റാണ്, ത്രെഡഡ് പെൻഡന്റ് സെറ്റാണ്. ഇത് TE02 ആണ്. രണ്ടാമത്തെ കോഡാണ്. ഷൈനി സനൽ ഹായ്ഡാ, രാധിക അജിത് ഹായ്. ഇതിന് മാച്ചിങ് ആയിട്ട് കമ്മലും വരുന്നുണ്ട്. 2 കമ്മൽ വരുന്നുണ്ട്. ഒന്നാമത്തെ കമ്മൽ ഇതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ്, ഈ മാലയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി സ്റ്റഡും വരുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ പറ്റുന്ന സ്റ്റഡാണ്. തീരെ പൊടി. ഓക്കെ, ഇത് ഇങ്ങനെ ഈ പിരി ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഊരി പോകത്തില്ല. പിന്നെ മാത്രമല്ല ഗോൾഡും അല്ല. അപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സെറ്റാണ് കേട്ടോ. ഇതുപോലത്തെ സെറ്റ് TE02 ആണ്. രണ്ടാമത്തെ കോഡാണ്. 1190 റുപ്പീസ്. 1190, 1190 രൂപ കേട്ടോ. 1190. ഒരു മിനിറ്റ്. അപർണ പ്രസാദ് ഹായ്. ഓക്കെ, അടുത്ത സെറ്റ് TE03 ആണ്. ഇങ്ങനത്തെ ഒരു നമ്മുടെ നമ്മൾ ഇന്നലെ കാണിച്ച ആ വലിയ പെൻഡന്റിന്റെ സെറ്റില്ലേ, അത്രയും വലിപ്പമില്ല, അതിന്റെ കുറച്ചും കൂടെ കുഞ്ഞതാണ്. ഈ ഒരു പെൻഡന്റിൽ നമ്മുടെ ഞാൻ ആദ്യമേ കാണിച്ച പർപ്പിളിന് പകരം മെറൂൺ ബീഡ്സ് ആണ് കേട്ടോ. മെറൂൺ ബീഡ്സ് ആണ് അത്. അതുപോലെ തന്നെ നമ്മുടെ ജെയ്ഡ് ബീഡ്സ് തന്നെയാണ്. സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ആണ്, കളർ മാത്രം വ്യത്യാസം. ബീഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബീഡ്സ് വന്നിട്ട് ക്വാളിറ്റി ജെയ്ഡ് ബീഡ്സ് ആണ്. അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റിക് ബീഡ്സിൽ പുറത്ത് പെയിന്റഡ് ആയിട്ടുള്ള ബീഡ്സ് അല്ല. കാരണം അങ്ങനത്തെ ബീഡ്സ് സെറ്റ്സും ഒക്കെ നമുക്ക് അങ്ങനെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനത്തെ നമ്മൾ ഈ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് വരുമ്പോഴത്തേക്കും ചിലത് അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ ബീഡ്സ് ഇങ്ങനെ അതിന്റെ പെയിന്റ് പോലെ പറഞ്ഞു പോകുന്ന ടൈപ്പ് ബീഡ്സും ഉണ്ട്. കാരണം ചിലത് നമ്മൾ ഇതുപോലെ കോർത്തെടുക്കാൻ വേണ്ടി ബീഡ്സ് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പം ബീഡ്സിൽ നിന്ന് ഇങ്ങനെ അതിന്റെ ആ സ്കിൻ ഇങ്ങനെ പോകുന്നത് പോലത്തെ ടൈപ്പ് ബീഡ്സും ഉണ്ട്. അങ്ങനത്തതല്ല, ഇത് റിയൽ ജെയ്ഡ് ബീഡ്സ് ആണ്. ഫുൾ റെഡ് മെറൂൺ ഷെയ്ഡാണ്. അതിന്റെ താഴോട്ടായിട്ടുള്ള ലോക്കറ്റ് നോക്കിക്കേ, കുറച്ചും കൂടെ കുഞ്ഞ്. ഇന്നലെ നമ്മൾ കാണിച്ചത് ഇതിന്റെ വലിയ പെൻഡന്റ് ആയിരുന്നു, ടെമ്പിൾ പെൻഡന്റ് ആയിരുന്നു. ഇത് അതിനെക്കാട്ടിലും ഒരു മിനിയേച്ചർ ആയിട്ടുള്ള വേർഷനാണ്. അത്രയും വലിപ്പമില്ല കേട്ടോ. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും ഉണ്ട്, ദേവി സ്റ്റഡും ഉണ്ട്. നഗാസ് പെൻഡന്റ് എന്നൊക്കെ പറയാം കേട്ടോ. നഗാസ് പെൻഡന്റ് ആണിത്. TE03 ആണ്. 1970. 1970. അതേടാ, വാട്സപ്പിൽ ഇപ്പോഴാണ് ഞാൻ ലിങ്ക് അയച്ചത്. കാരണം എനിക്ക് ഫോണിന് ചാർജ് ഇല്ലായിരുന്നു, അപ്പോൾ ചാർജറിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒന്ന് പുതിയതായിട്ട് ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ അപ്ഡേറ്റ്സ് റെഗുലർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ അവർ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ ഇത് TE03 ആണ്. 1970 മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡ് വരുന്നുണ്ട് കേട്ടോ. 1970, 1970.
അടുത്തത് TE04 ആണ്. ഞാൻ മുന്നേ കാണിച്ച അതേ ത്രെഡഡ് പെൻഡന്റിന്റെ തന്നെ പെൻഡന്റ് വേറെ ഒരു പെൻഡന്റ് ആണ്. നോക്കിക്കേ, ഈ പെൻഡന്റ് കണ്ടോ, നല്ല ഡീറ്റെയിലിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലോസപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ദേവിയുടെ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ കാണിക്കുമ്പോഴും ഒക്കെ ആ നോസിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ലപോലെ കാണാം. പിന്നെ ആ പീകോക്കിന്റെ ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു 3D ലിങ്കും ഒക്കെ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട്. നോക്കിക്കേ, TE04 ആണ് കേട്ടോ ആ ദേവിയുടെ ആ ഒരു ഡിസൈൻ. തുളസി നായർ ഹായ്, രതിക ദേവി, സുധാകരൻ ഹായ്, ജയശ്രീ കെ ഹായ്. സോറി, ഞാൻ ഇപ്പോഴാട്ടോ കണ്ടത്. ഓക്കെ, TE04 ആണത്. 1470. എഗെയിൻ ഇതും നമ്മുടെ ത്രെഡഡ് ആയിട്ടുള്ള സെറ്റാണ്. ത്രെഡിൽ ബീഡഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ്, ബീഡഡ് സെറ്റാണ്. സരള ശിവൻ ഹായ്. TE04 ആണ്, 1470. T ഫോർ ത്രെഡ്, E ഫോർ ഇംഗ്ലീഷ് കേട്ടോ. അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും വന്നിട്ടുണ്ട്. ഈ സ്റ്റഡ് ഇതേ ഇങ്ങനെ അഗെയിൻ പീകോക്കിന്റെ സ്റ്റഡാണ്. ആ സ്റ്റഡിന് താഴോട്ടൊരു ബോൾ നിൽക്കുന്നുണ്ട് കേട്ടോ, കാണാൻ വയ്യ. ഓക്കെ, അപ്പൊ TE04 ആണ്, 1470. ഒരു കുട്ടി സ്റ്റഡ് ഇതിന്റെയും കൂട്ടത്തിലുണ്ട് കേട്ടോ. 2 കമ്മലുണ്ട്. TE04 ആണ്, 1470. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ, ഷെയർ ചെയ്യണം പ്ലീസ്. 1470 TE04. അടുത്തത് TE05 ആണ്. നല്ല ലേഡ് ആയിട്ടുള്ള മാലയുടെ പെൻഡന്റ് ആണ്. അർച്ചന ലേറ്റ് ആയി, കുഴപ്പമില്ല, നമ്മളിത് 5ാമത്തതേ ആയുള്ളൂ, നോ പ്രോബ്ലം പ്രിയ. ഇത് പെൻഡന്റ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കുള്ള പെൻഡന്റ് ആണ്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതാണ് പെൻഡന്റ്, നോക്കിക്കേ, നല്ല ഗജലക്ഷ്മി. ആ പെൻഡന്റിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടോ, എന്ത് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാന്ന് നോക്കൂ. ആ ഒരു ദേവിയുടെ കണ്ണും മൂക്കും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സൈഡിൽ 2 ആന, മേളിലായിട്ട് ആ ഒരു വ്യാളിമുഖനുണ്ട് മേളില്. അതിന്റെ പേരെന്നാ, കീർത്തിപാല അല്ലേ? കീർത്തിപാല എന്നാട്ടോ അതിന്റെ പേര്, കീർത്തിപാല എന്നാണോ? ഓക്കെ, സജന ഹായ്. ഓക്കെ, 2 പീകോക്ക് നിൽക്കുന്നു. എന്നിട്ട് താഴോട്ടൊക്കെ നല്ല ഡീറ്റെയിലിങ്സ് ആയിട്ടുള്ള അതിന്റെ ആ ഒരു മുത്തും ഒക്കെ കണ്ട. നിർമ്മല പരമേശ്വരൻ ഹായ്, കുറെ നാളായല്ലോ കണ്ടിട്ട് ലൈവില്. ഓക്കെ, അപ്പൊ ഇത് അടുത്ത സെറ്റാണ്. ഇതിന്റെ ബീഡ്സ് വന്നിട്ട് ഒരു പർപ്പിൾ വിത്ത് പേൾ ബീഡ്സിന്റെ മിക്സ് ആണ് കേട്ടോ. അതിന് മേളിലും സൈഡ് പെൻഡൻസ് വരുന്നുണ്ട്. അതും കുട്ടി ഗജലക്ഷ്മി പെൻഡന്റ് ആണ്, മേളിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ലേയേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൻഡന്റ് സെറ്റാണ്. നല്ല ഭംഗിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയം ക്വാളിറ്റി സെറ്റാണ് കേട്ടോ. പ്ലെയിൻ കാശുമാല ഉണ്ടോ? പ്ലെയിൻ കാശിമാല ഇല്ല അഞ്ജന കുര്യൻ. എനിക്ക് മനസ്സിലായി, ദേവിയുടെ ഇംപ്രിന്റ് ഇല്ലാത്ത ടൈപ്പുള്ള കാശിമാലയല്ലേ ചോദിക്കുന്നത്. വെരി സോറി, അതിപ്പോ നമ്മുടെ സ്റ്റോക്ക് ഇല്ല കേട്ടോ. TE05 ആണ്. TE05 ദേവിയുടെ പെൻഡന്റ് വരുന്നു. എന്നിട്ട് നല്ല ത്രെഡ് ഉള്ളത് കാരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ വിളിക്കുന്നു 2270 റുപ്പീസ്. 2270 ആണ്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ജിമുക്കയും വരുന്നുണ്ട്. ഇതാണ് ജിമുക്ക, അതിന് മാച്ചിങ് ആയിട്ടുള്ള ജിമുക്ക. അജിത കുമാരി ഹായ്. മാച്ചിങ് ആയിട്ടുള്ള ജിമുക്ക. TE05 ആണ്, 2270. 2270 രൂപ. ഈ പെൻഡന്റ്, ഞാൻ പെൻഡന്റ് ഒന്നും കൂടെ കാണിക്കുകയാണ്. എനിക്ക് ഈ പെൻഡന്റിന്റെ ഡീറ്റെയിലിങ്സ് നിങ്ങളെ കാണിച്ചിട്ടും മതിയാവുന്നില്ല. അത്രയ്ക്ക് പ്രിറ്റി പെൻഡന്റ് ആണിത്. TE05 ആണ്, 2270. മാച്ചിങ് ആയിട്ടുള്ള ജിമുക്കയുടെ വലിപ്പം ഇത്രയും വരും കേട്ടോ. 2270 റുപ്പീസ്. TE05 ആണ്, 2270. പ്രീമിയം ക്വാളിറ്റി ജ്വല്ലറി ആണ്, ഞാൻ പിന്നെയും പറയുന്നു. അതുപോലെ തന്നെ പെൻഡന്റ് അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും ഇതർ കോപ്പർ ഓർ ബ്രാസ് ആണ്, അല്ലാത്ത ഒരു ടൈപ്പ് മെറ്റലും ഇല്ല. അതുപോലെ തന്നെ സ്റ്റോൺസ് എല്ലാം കെമ്പു സ്റ്റോൺസ് അല്ലെന്നുണ്ടെങ്കിൽ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്, പ്ലാസ്റ്റിക് സ്റ്റോൺസ് അല്ല. പ്രീമിയം ക്വാളിറ്റി ആണ്. നോ ദേവി ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ജന കുര്യൻ ഒന്ന് നമ്മളെ വാട്സ്ആപ്പ് ചെയ്യോ, അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് അയച്ചു തരാം. ഓക്കെ, ലോങ് ആണെങ്കിലും നെക്ലസ് ആണെങ്കിലും ഉണ്ട്, ഒന്ന് വാട്സ്ആപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അടുത്ത സെറ്റ് TE06 ആണ്. എഗെയിൻ നമ്മളുടെ ആ ഒരു ത്രെഡഡ് സെറ്റിൽ വരുന്ന ഒരു ഡിസൈൻ ആണ്. ത്രെഡഡ് സെറ്റിൽ നോക്കിക്കേ, പെൻഡന്റ് വരുന്നു. അതിന്റെ നടുക്കുള്ള ദേവിയുടെ ഡിസൈൻ കണ്ടോ. ഇതും ഗജലക്ഷ്മിയാണ്. ഇതിന്റെയൊക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന ഡിസൈനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ പ്രീമിയംനെസ്. ഞാൻ ഈ പിന്നെയും പ്രീമിയം എന്ന് പറയാൻ കാര്യം ഇതിന്റെ പ്രൈസ് റേഞ്ച് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്, ലോക്കൽ ക്വാളിറ്റി അല്ല. ഓക്കെ, TE06 ആണ്. TE06 ആണ് ഇതിന്റെ പെൻഡന്റ്, ഇതിന്റെ കോഡ് TE06. പെൻഡന്റ് ഇങ്ങനെ വരുന്നു. ഗജലക്ഷ്മി പെൻഡന്റ് ആണ് വിത്ത് കെമ്പോ സെറ്റഡ് സ്റ്റോൺസ് ആണ്. ഓക്കെ, TE06 ആണ്, 1470.
ഫ്രീ ഷിപ്പിംഗ് വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും, നോ ഡെലിവറി ചാർജസ് എക്സ്ട്രാ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യൂ. TE06 ആണ് 1470. ഒരു സ്റ്റഡ്, ഒരു നല്ലൊരു കെമ്പു സെറ്റഡ് സ്റ്റോണിന്റെ സ്റ്റഡും ഉണ്ട്. എഗെയിൻ ഈ ഒരു ത്രെഡിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കുട്ടി മറ്റേ സ്റ്റോൺ സ്റ്റഡും ഉണ്ട്. ഇത് പിള്ളേർക്കൊക്കെ പറ്റിയ സെറ്റാണ് കേട്ടോ. ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ പ്രസ് ടൈപ്പ് അല്ല, ഈ ഒരു തിരിക് ഉള്ള ടൈപ്പാണ് കേട്ടോ, തിരികുള്ള ടൈപ്പാണ്. TE06 ആണ് 1470 രൂപ. 18 എണ്ണേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ഇനി 12 എണ്ണം കൂടെ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഓക്കെ, TE06 ആണ് ഇപ്പൊ കാണിക്കുന്നത്. TE06. അടുത്തത് ഞാൻ മുന്നേ കാണിച്ച ആ ഒരു പർപ്പിൾ ബീഡഡിന്റെ തന്നെ ആ പേൾ ഇല്ലാത്ത ടൈപ്പിലുള്ള ഒരു സെറ്റാണ്, പക്ഷെ മൾട്ടി ലെയർഡ് ആണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു സെറ്റാണ്. TE07 2470 റുപ്പീസ് ആണ് കേട്ടോ. 2470. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഓക്കെ, ഇത് ക്രിസ്റ്റൽ അല്ല, സോറി, ഇത് അഗെയിൻ ജെയ്ഡ് ബീഡ്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ ചെറിയ വേർഷനാണ്. ഞാൻ ഈ പെൻഡന്റ് നിങ്ങൾക്ക്, ഐ മീൻ സ്റ്റോൺസ് നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ക്രിസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് ആ ഒരു ലൈറ്റ് കടന്നു പോകും. ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല കേട്ടോ, അത് ജെയ്ഡ് ബീഡ്സ് ആണ്. മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ജെയ്ഡ് ബീഡ്സ് ആണ്, അതായത് കട്ടിങ്സ് അങ്ങനെ വരും. അശ്വതി ഓമനക്കുട്ടൻ ഹായ്. മായ മേനോൻ പടിയത് ഹായ്. പെൻഡന്റ് കണ്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കുള്ള പെൻഡന്റ് ആണ്. ഗജലക്ഷ്മി പെൻഡന്റ് ആണ്. ആ പെൻഡന്റിലും നല്ല സ്റ്റോൺസ് ഉണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ആണ്. 2470 റുപ്പീസ്. 2470 റുപ്പീസ്. ഇതുപോലത്തെ ഒരു മാല, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ബ്ലാക്ക് സാരി ആണെങ്കിലും ഈ സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇതൊക്കെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ ബോർഡർ പിങ്ക് ആണ്, പക്ഷേ ഇതൊരു പിങ്ക് ബോർഡർ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ബ്ലാക്ക് ചെക്സ് ഒക്കെ ആണെങ്കിൽ അതിനൊരു കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പം പിങ്ക് ആണെങ്കിലും ഇത് നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട്. അതല്ല, ഈ ഇതുപോലത്തെ ബോർഡർ, ഇതുപോലത്തെ ഒരു ലാവൻഡർ ഷെയ്ഡിൽ പർപ്പിൾ ഷെയ്ഡൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നോക്കിക്കേ, നല്ല ഗ്രാൻഡ് സെറ്റാണ് കേട്ടോ. TE07. ഇതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ടിഷ്യൂ സാരി ആണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യാം. TE07 ആണ് 7ാമത്തെ കോഡ്. 2470. പ്രീമിയം സെറ്റാണ്. പ്രീമിയം സെറ്റാണ്. ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ ഫിനിഷർ ആയിട്ടുള്ള കോപ്പർ മെറ്റലാണ് ബേസ് മെറ്റൽ എന്ന് പറയുന്നത്. ഞാൻ ത്രെഡ് ടൈപ്പ് നെക്ക് പീസ് പർച്ചേസ് ചെയ്തിട്ട് 1 year and 2 months ആയി. സൂപ്പർ ഐറ്റം, നോ കളർ ഫെയ്ഡ്, സൂപ്പർ ക്വാളിറ്റി. താങ്ക് യു സോ മച്ച് ആതിര, താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ താങ്ക് യു പറഞ്ഞത്. കാരണം അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസും ഉണ്ട്, അതായത് ലെസ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഐറ്റംസും ഉണ്ട്. നമ്മുടേത് പ്രീമിയം ക്വാളിറ്റിയാണ്. ഓക്കെ, TE07 2470. ഇതൊരു പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഗ്രീൻ കോമ്പിനേഷൻ ആ മാലയുടെ താഴെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല കരിമ്പച്ച കാഞ്ചീവരം സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടും ഒക്കെ ഇതിനെ പെയർ ചെയ്യാം. ഇപ്പൊ നല്ല പർപ്പിളില് ഗ്രീൻ ബോർഡർ, അല്ലെങ്കിൽ അതെ ഗ്രീനില് ഡാർക്ക് ഗ്രീനില് പർപ്പിൾ ബോർഡർ വരുന്ന സാരിക്ക് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ജ്വല്ലറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. TE07 ആണ് 2470. 2470 രൂപ. അടുത്ത സെറ്റ് എഗെയിൻ നമ്മുടെ ത്രെഡഡിലോട്ട് വരുന്നു. ഇതൊരു രാധാകൃഷ്ണ അല്ല, ഓടക്കുഴൽ കൃഷ്ണനാണ്. TE08 ആണ്. നോക്കിക്കേ, TE08 ആണ്. ഓടക്കുഴൽ കൃഷ്ണനാണ്. അതിന്റെ മേളിൽ ഇങ്ങനെ മയിൽ പോലെ വരുന്ന രീതിയിൽ ഗ്രീൻ സ്റ്റോൺസ് വരുന്നു. രണ്ട് സൈഡിൽ പീകോക്കിന്റെ ഒരു മയിൽപീലിയാണ് മേലിൽ നിൽക്കുന്നത്. മയിൽ പോലെയല്ല, മയിൽപീലി പോലെ. എന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും വരുന്നുണ്ട്, 2 എണ്ണം. എഗെയിൻ TE08 ആണ്. സ്റ്റഡ് ഇതേ ഒന്ന് ഇതാണ് കേട്ടോ, ഒന്ന് ഇതാണ്, ഒന്ന് നമ്മുടെ കുട്ടി സ്റ്റഡ്. TE08 ആണിത്. 1470. യെസ്, പ്രീമിയം ഐറ്റമിന്റെ കയ്യിൽ ഫുൾ മയൂരയാണ്. എൻ്റെ കയ്യിൽ ഫുൾ മയൂരയാണ്. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. TE08 ആണ് കേട്ടോ. 8ാമത്തെ കോഡാണിത്. 8ാമത്തെ കോഡ് TE08 ആണ്. 1470. 1470. എല്ലാവരും കാണുന്നവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങൾ ഒരാൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ പോകത്തുള്ളൂ. പക്ഷേ എങ്കിലും നിങ്ങളിപ്പോൾ ഒരു 100 പേര് കാണുന്നുണ്ടെങ്കിൽ 100 ഷെയർസ് ആണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അടുത്തത് നമ്മളുടെ എപ്പോഴത്തെയും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പെൻഡന്റിൽ നമ്മളുടെ പർപ്പിൾ ഷെയ്ഡിലായിട്ടുള്ള പെൻഡന്റ്, ഐ മീൻ ചെയിൻ വരുന്നു. ഗീത രാധാകൃഷ്ണൻ ഹായ്. TE09 ആണ്. 2390. നമ്മളുടെ ദേവി പെൻഡന്റിൽ പർപ്പിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് വരുന്നത്. TE09 ആണ്. 9ാമത്തെ കോഡാണ്. TE09 2390. മാച്ചിങ് ആയിട്ട് അതിന്റെ ജിമുക്കയും വരുന്നുണ്ട്.
കുട്ടി ജിമുക്കയാണ്. കുട്ടിയല്ല, നമ്മുടെ മീഡിയം ആയിട്ടുള്ള ജിമുക്കയാണ്. പക്ഷേ ജിമുക്കയുടെ താഴെ ആ ഒരു എമറാൾഡ് ആൻഡ് റൂബി കോമ്പിനേഷൻ ഹാങ്ങിങ്സ് വരുന്നത് കാരണം ഭയങ്കര ഭംഗിയാണ്. TE09 ജെയ്ഡ് ബീഡ്സ് ആണ് കേട്ടോ. ജെയ്ഡ് ബീഡ്സ് ആണ്. ഇടയ്ക്ക് നല്ല ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കുള്ള ഡിസൈനർ ബോൾസും വരുന്നുണ്ട്. പെൻഡന്റ് ദേ ഇങ്ങനെ. നിങ്ങൾക്ക് അത്യാവശ്യം വർക്ക് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഈ പെൻഡന്റ് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് റിമൂവബിൾ ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഇവിടെ ഒരു വട്ടക്കണ്ണിയാണ് ഇട്ടിരിക്കുന്നത്. ഈ വട്ടക്കണ്ണി ഊരി മാറ്റിയാൽ, ഈ 2 എണ്ണം ഊരി മാറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വേറെ പെൻഡന്റിന് യൂസ് ചെയ്യാം. ഈ പെൻഡന്റ് നിങ്ങൾക്ക് വേറെ മാലയിൽ കോർത്തു വിടാം. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പെൻഡന്റിന്റെ പുറകിൽ ഇതുപോലത്തെ ഹുക്കുണ്ട്. ഈ ഹുക്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെയിൻ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടിയിടാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള താലി ചെയിനിൽ ഇങ്ങനെ കയറ്റിയിടാം. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെ വെയർ ചെയ്യാം. ഞാൻ പറയുന്നത് ഈ മാലയുടെ കേസിലാണ്. ഞാൻ അങ്ങനെ ഇടാൻ പറ്റുന്ന മാലയുടെ ലോക്കറ്റ്സ് ഞാൻ എടുത്തു പറയാം. ഇതുവരെ കാണിച്ചതൊന്നും അങ്ങനെ പറ്റില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം ഇതിന്റെ പെൻഡന്റിന്റെ പുറകിൽ ഇങ്ങനത്തെ ഹുക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ബാക്കി ഈ സൈഡിൽ ഹുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ നിങ്ങളുടെ മാലയുടെ അതിലും വട്ടക്കണ്ണി കൊളുത്തിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ ഇങ്ങനത്തെ ഒരു ലൂപ്പ് ഉള്ളത് കൊണ്ടും ഈ ഒരു 2 മാല നിങ്ങൾക്ക് അതിന്റെ ആ വട്ടക്കണ്ണി നിങ്ങൾക്ക് സൂക്ഷിച്ച് നിങ്ങൾ അകത്തിയെടുത്ത് ഇത് രണ്ടും മാറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വട്ടക്കണ്ണി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ അത് പാടുപെടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത്. ആ ഒരു ഇത് അറിയാവുന്നവർക്ക്, മാക്സിമം എല്ലാവർക്കും അറിയാവുന്നതല്ല, അങ്ങനത്തെ പണിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പെൻഡന്റിലും ഇടാം. ഈ ഒരു പെൻഡന്റ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇടാം. മാച്ച് ചെയ്ത് ഇടാം. മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും വരുന്നുണ്ട്. TE09 ആണിത്. 9ാമത്തെ കോഡാണ്. 2390. ലിസ വിൽസൺ ഹായ്. 2390 കേട്ടോ, 9ാമത്തെ കോഡ്. ഓക്കെ, അടുത്തത് നമ്മുടെ ത്രെഡഡ് പെൻഡന്റ് സെറ്റ് വരുന്നു. അടുത്തത് പെൻഡന്റ് ഇതാണ്, ഗജലക്ഷ്മി പെൻഡന്റ് ആണ്. TE10 ആണ്. 1770. 1770 രൂപ. 1770 ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 1770. ഈ ബ്ലാക്ക് ത്രെഡിൽ ബീഡ്സ് വരുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്ക് പണ്ടെന്നല്ല എപ്പോഴും എനിക്ക് ഈ ബ്ലാക്ക് ത്രെഡിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സെറ്റാണ്. എന്നിട്ട് എൻ്റെ അമ്മ എന്നെ വഴക്ക് വരും, നിനക്കൊരു ബ്ലാക്ക് വീട്ടുള്ള കളിയില്ലേ. എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ദിവ്യ, ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളും എന്നെ ചീത്ത വിളിക്കും, നീ ഒന്ന് ബ്ലാക്ക് വിട്ട് പിടിക്കും. അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണിത്. ഈ ഒരു പെൻഡന്റിന്റെ സെയിം മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്. ഗജലക്ഷ്മി പെൻഡന്റ് ആണ്. TE10 ആണ്. 10ാമത്തെ കോഡാണ്. 1770. ഗജലക്ഷ്മി ആണ്. 1770. നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, വർക്ക് കാണാമല്ലോ. TE10 ആണ്. 1770. 1770 രൂപ. 1770. കെമ്പു സെറ്റഡ് സ്റ്റോൺസ് അതിന്റെ താഴെയും വരുന്നുണ്ട് കേട്ടോ. 1770. ലിസ വിൽസൺ താങ്ക് യു. അടുത്തത് നമ്മളുടെ ഈ ഒരു മറ്റേ സെയിം സെറ്റിൽ തന്നെ ബ്ലാക്ക് ബീഡ്സ് ആണ് കേട്ടോ. ബ്ലാക്ക് ബീഡ്സ് ആണ്. 2390. TE11. 11ാമത്തെ കോഡാണ്. ബ്ലാക്ക് ബീഡ്സ് ആണ്. TE11. മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ഉണ്ട്. 11ാമത്തെ കോഡാണ്. TE11. 11ാമത്തെ കോഡ് TE11. 2390. ഇത് ബ്ലാക്ക് ബീഡ്സ് ആണ്. മേളിൽ ക്യാപ്പ് ആൻഡ് കോൺ വരുന്നു. ഈ ക്യാപ്പ് ആൻഡ് കോൺ എല്ലാത്തിനും ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. TE11 ആണ്. 2390. ബ്ലാക്ക് ബീഡ്സ്, ബ്ലാക്ക് ജെയ്ഡ് ബീഡ്സ് വിത്ത് മറ്റേ ഡിസൈനർ ബീഡ്സ് വരുന്നു. TE11. 11ാമത്തെ കോഡ്. 2390. 2390 രൂപ. 2390. അടുത്തത് TE12 ആണ്. നല്ല ഭംഗിയുള്ള ഒരു കെമ്പു സെറ്റഡ് ആയിട്ടുള്ള പീകോക്ക് ഡിസൈനർ പെൻഡന്റ് ആണ് കേട്ടോ. TE12 ആണ്. ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ ഇയറിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. TE12 ആണ്. 12ാമത്തെ കോഡ്. അതിന്റെ പെൻഡന്റ് കണ്ടോ, ഡിസൈനർ പെൻഡന്റ് ആണ്. ഓക്കെ, ഡിസൈനർ പെൻഡന്റ് ആണ്. ഇത് നമ്മളിത് ഈ ഒരു മാല നമുക്കിത് ഇങ്ങനെ ഊരിയെടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഫിക്സ്ഡ് ആണ്. ഈ ഒരു ലോക്കറ്റിന്റെ ഈ പുറകിലത്തെ ഭാഗം നമുക്കിങ്ങനെ ഊരി മാറ്റിയിട്ട് വേണമെങ്കിൽ ഇത് ഊരിയെടുത്ത് നിങ്ങൾക്ക് ഈ ത്രെഡായിട്ടും യൂസ് ചെയ്യാം. ഈ പെൻഡന്റ് നിങ്ങൾക്ക് ഈ മുടിയുടെ പുറകിൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അതങ്ങനെ ഇതിന് മാത്രമേ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളതിന് അങ്ങനെ പറ്റില്ല. ഇത് നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളിത് ബാക്ക് ടു നമ്മൾ എന്നിട്ട് ഇങ്ങനെ ത്രെഡ് മാത്രമായിട്ട് വിടാം. ഓക്കെ, ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഇതിനകത്തോട്ട് കൊളുത്തി ഇട്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്.
ഇത് കണ്ടോ, ഇങ്ങനെ ഇടാൻ പറ്റും, ഈസിലി ഇടാൻ പറ്റും. പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് പ്രസ് ചെയ്യണം. ഓക്കെ, പ്രസ് ചെയ്തേക്കണം. TE12 ആണ്, 1470 റുപ്പീസ്. പെൻഡന്റിന്റെ വർക്ക് കണ്ടോ, ആ കെമ്പു സെറ്റഡ് സ്റ്റോൺസും കൂടെ ഒക്കെ വരുന്നത് കാരണം നല്ല ഭംഗിയാണ്. TE12 ആണ്, 1470 മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡ്. TE12 ആണ് കേട്ടോ. 12ാമത്തെ കോഡാണ് 1470. ഇനി 6 കൂടെ ഉള്ളത്. അടുത്തത് TE14 ആണ്. ഞാൻ ലൈവിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഇട്ട സെറ്റാണ്. TE14 ആണ്, 2470 റുപ്പീസ്. ഇതാണ് ഓക്കെ, ഇതും മറ്റേ മാലയുണ്ട്. 2470 റുപ്പീസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണ് എനിക്ക് അത്ര പിടിയില്ല. ആരാണിത്? മുരുകനാണോ? മുരുകനാണെങ്കിൽ വേരുണ്ടാവുമല്ലോ. TE14 ആണ്, 2470 റുപ്പീസ്. താഴെ ഗ്രീൻ ബീഡ്സ് വരുന്നു. എന്നിട്ട് ഇതിന്റെ ബീഡും ഇതിന്റെ ലോക്കറ്റും നിങ്ങൾക്ക് ഊരിയെടുക്കാം. കാരണം ഇതിന് നടുക്ക് യു കൊളുത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതേ പെൻഡന്റിന്റെ പുറകിൽ ദേ ഇങ്ങനത്തെ ലൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ലോക്കറ്റ് നിങ്ങൾക്ക് വേറെ മാലയിലിടാം, ഈ പെൻഡന്റ് ഈ ചെയിൻ നിങ്ങൾക്ക് വേറെ ചെയിനിലും ഇടാം. അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. TE14 ആണ്, 14ാമത്തെ കോഡാണ്, 2470, 2470 രൂപ. ഞാൻ ഇട്ട മാലയാണ്. എല്ലാത്തിന്റെയും പുറകിൽ അഡ്ജസ്റ്റബിൾ ത്രെഡ് ഉള്ളത് കാരണം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ത്രെഡിന്റെ ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, 2470 TE14, 14ാമത്തെ കോഡാണ്. അഗെയിൻ ജെയ്ഡ് ബീഡ്സ് ആണ് ചെയിൻ വരുന്നത്. എന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഡിസൈനർ ഗോൾഡ് ബീഡ്സും വരുന്നു. ഓക്കെ, TE14 14ാമത്തെ കോഡാണ് കേട്ടോ. TE14 ആണ്, 14ാമത്തെ കോഡ്. അടുത്തത് TE15 ആണ്. TE15 നമ്മുടെ ഗ്രാൻഡ് ആയിട്ടുള്ള പെൻഡന്റ് ഉണ്ടല്ലോ, ആ പെൻഡന്റിൽ നമ്മൾ ത്രെഡ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ത്രെഡ് കൊടുത്തിരിക്കുകയാണ്. TE15 ആണ്, 1470 റുപ്പീസ്. TE15 ആണ്, 1470. ഇത് നല്ല ഭംഗിയുള്ള സെറ്റാണ്. TE15 കേട്ടോ, 15ാമത്തെ കോഡാണ്. TE15 ആണ്, ബ്ലാക്ക് ത്രെഡഡ് പെൻഡന്റ് സെറ്റ് ആണ്. TE15 മാച്ചിങ് ആയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ജിമുക്കയും വരുന്നുണ്ട്. 14th ഇട്ട് കാണിക്കുമോ? 14th ഞാൻ ലൈവില് തുടങ്ങിയപ്പോഴത്തേക്ക് ഇട്ടിരുന്നത് 14th ആണ് നിഷ. അപ്പൊ ഞാൻ നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ട് എന്റെ ലൈവ് ആദ്യം മുതലേ ഒന്ന് കണ്ടാൽ മതി. ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ മാല തന്നെയാണ് കേട്ടോ, ഇട്ടിരിക്കുന്നത് ഈ മാലയാണ്. ആരോ 13th കോഡ് പറഞ്ഞു. 13 നമ്മൾ കാണിച്ചിട്ടില്ല. 12 കഴിഞ്ഞിട്ട് 14 ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ലൈവിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കോഡ് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. TE15 ആണ് ഇത് കാണിക്കുന്നത്. 15 15ാമത്തെ കോഡാണ്. അതിന് മറ്റേ കുട്ടി സ്റ്റഡും വരുന്നുണ്ട്. നിഷ ധനേഷ് ലൈവ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ലൈവ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കണ്ടാൽ മതി. ഞാൻ ഇട്ടിരിക്കുന്നത് ആദ്യമേ ലൈവിന് തുടക്കം ഇട്ടിരിക്കുന്നത് ഈ മാലയാണ്. അപ്പൊ അതൊന്ന് കണ്ടാൽ മതിയേ. TE15 ആണ്, 1470 1470 രൂപ. അടുത്തത് TE16 ആണ്. ഇനി 2 കൂടെ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ കൂട്ടി 3 ഉള്ളൂ. ഇത് നമ്മളുടെ ആ ലെയർ മാല ഞാൻ കാണിച്ചില്ലേ, നമ്മുടെ പർപ്പിൾ ബീഡ്സിന്റെ ലെയർ മാല ഞാൻ കാണിച്ചില്ലേ, അതിന് ആ ലെയർ മാല 5 ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇത് അതിന് പകരം 3 ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും ലെയർ വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. TE16 ആണ്, 2290 റുപ്പീസ്. 2290 റുപ്പീസ്. 2290 ജെയ്ഡ് ബീഡ്സ് ആണ്. 2290 നല്ല പർപ്പിൾ ഷെയ്ഡിലുള്ള ലെയർഡ് ആയിട്ടുള്ള മാലയാണ്. 2290 റുപ്പീസ്. ഇതാണ് അതിന്റെ ലെയർ കേട്ടോ. 2290, 2290, 2290. 2290, 2290 രൂപ. TE16 16ാമത്തെ കോഡാണ് കേട്ടോ. TE16 16ാമത്തെ കോഡാണ്, 2290 റുപ്പീസ്. ഓക്കെ, അടുത്തത് നമ്മളുടെ 17ാമത്തെ സെറ്റാണ്. അതിന്റെ തന്നെ കളർ വെറൈറ്റി ആണ്. TE17 ആണ്, നല്ല മെറൂൺ ബീഡഡ് ഫിനിഷ്, നല്ല മെറൂൺ ബീഡ്സ് ആണ്, ജെയ്ഡ് ബീഡ്സ് ആണ്. TE17 ആണ്, 2290. TE17 ആണ്, 2290 ജെയ്ഡഡ് ബീഡ്സ് ആണ്, മെറൂൺ ഷെയ്ഡിലുള്ള ജെയ്ഡഡ് ബീഡ്സ് ആണ്. 2290 റുപ്പീസ്. TE17
17ാമത്തെ കോഡാണ് 2290 പെൻഡന്റിന്റെ ഡിസൈൻ. ഇതും നിങ്ങൾക്ക് ഊരിയെടുക്കാം. ഞാൻ മുന്നേ കാണിച്ച പെൻഡന്റിന്റെ ആ ഒരു മാല നിങ്ങൾക്ക് ഇവിടുത്തെ ഈ വട്ടക്കണ്ണി വെച്ചിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കാം. കാരണം ഈ ലോക്കറ്റിന്റെ പുറകില് എന്താണ് യു കൊളുത്താണ് കേട്ടോ, യു ആണ്, ഒരു ഹൂപ്പാണ്. TE17 2290 17ാമത്തെ കോഡാണ് 2290. അടുത്തത് TE18 ആണ്, ലാസ്റ്റ് സെറ്റാണ് TE18. നമ്മളുടെ ഗണപതി പെൻഡന്റ് വന്നിട്ട്, ഗണേശ പെൻഡന്റ് വന്നിട്ട് അതിൽ നല്ല ഗ്രീൻ ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്, ഗ്രീൻ മറ്റേ ബീഡ്സ് വന്നിരിക്കുന്നു. TE18 ആണ് 1670 റുപ്പീസ്, 1670 TE18. 18ാമത്തെ കോഡാണ്. TE18 ആണ് 1670, 1670. TE18 1670. നല്ല ഭംഗിയുള്ള ഗണപതി പെൻഡന്റ് ആണ്. TE18 ആണ് 1670, 1670 TE18. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ത്രെഡഡ് പെൻഡന്റ് സെറ്റ്സിന്റെ ലൈവ് അവസാനിച്ചിരിക്കുകയാണ്. ത്രെഡഡ് പെൻഡന്റ് സെറ്റ്സ് അല്ലെങ്കിൽ ബീഡഡ് പെൻഡന്റ് സെറ്റ്സ്, ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ബീഡഡ് പെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. കാരണം ആ ത്രെഡഡ് സെറ്റിനകത്തും ബീഡ്സ് തന്നെയാണ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബീഡഡ് പെൻഡന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ലൈവ് അവസാനിച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ലൈവ് ഉണ്ടാവുകയില്ല, അത് ഞാൻ എടുത്ത് പറയട്ടെ. നെക്സ്റ്റ് വീക്ക് ലൈവ് ഉണ്ടാവത്തില്ല, അതിനടുത്ത വീക്കിലുണ്ടാവും. ഓക്കെ, അതിൻ്റെ അടുത്ത വീക്കിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പരമാവധി നമ്മൾ ലൈവ് വരാൻ നോക്കാം, അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടാണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ. ഇപ്പോൾ കാണുന്നവരെ ഒന്ന് ഇപ്പോൾ കാണാൻ കയറിയവരാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. മാക്സിമം ഷെയർസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.